നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തലൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 42കാരിക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് കൊടകര സ്വദേശി വെളിയങ്ങോട്ട് സുഷയ്ക്ക്. ഇഞ്ചക്കുണ്ട് പരുന്തുംപാറ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ദുരിതത്തിലായി കർഷകർ. കൊടകര പഞ്ചായത്തിൽ വികസനം ഉരുട്ടിപ്പാരൂപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ ജ്വാല. കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേര് പറയാൻ നാടുണർത്താൻ സ്വദേശ രക്ഷാ യാത്ര നടത്തി. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് സ്വർണ്ണവില 91,000 രൂപ കടന്നു. വിശദമായ വാർത്തകളിലേക്ക്. തലൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ കൊടകര സ്വദേശിനിക്ക് പരിക്കേറ്റു. മനക്കുളങ്ങര വെളിയങ്ങോട്ട് വീട്ടിൽ രാജന്റെ ഭാര്യ 42 വയസ്സുള്ള സുഷയ്ക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. തലൂരിലുള്ള സ്വന്തം വീട്ടിലേക്ക് സംസ്ഥാന പാതയോരത്തു കൂടി നടന്നു വരുന്നതിനിടെ പുറകിലൂടെ വന്ന നായ ആക്രമിക്കുകയായിരുന്നു. കാലിൽ കടിച്ചു വലിച്ച നായയെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കൊണ്ട് പ്രതിരോധിച്ചാണ് ഇവർ രക്ഷപ്പെട്ടത്. കാലിൽ പരിക്കേറ്റ സുഷയെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന തലൂർ ദീപ്തി സ്കൂളിന് സമീപത്താണ് തെരുവുനായ ആക്രമണം. ഈ ഭാഗത്തെ തെരുവുനായ ശല്യത്തിനെതിരെ മുൻപും പരാതി ഉണർന്നിരുന്നു. ഇഞ്ചക്കുണ്ട് പരുന്തുംപാറ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. 4 ആനകളാണ് പറമ്പുകളിൽ എത്തിയത്. കൊട്ടിശ്ശേരി സണ്ണിയുടെ പറമ്പിലെ 200ഓളം വാഴകളും വിളവെടുക്കാറായ 500ഓളം കുരുമുളക് തൈകളും റബ്ബർ മരങ്ങളും ആനകൾ നശിപ്പിച്ചു. 1000കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകന് സംഭവിച്ചത്. മന്ത്രിക്കുത്ത് ഹനീഫ, എടത്തിനാൽ മാണി, കൈതിക്കൽ തോമസ്, നീണ്ടുതലയ്ക്കൽ ജസ്റ്റിൽ എന്നിവരുടെ പറമ്പുകളിലും ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പറമ്പുകളുടെ വേലിയും ആനകൾ തകർത്ത നിലയിലാണ്. ആനകൾ കൃഷി നശിപ്പിക്കുന്നത് കണ്ട കർഷകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തിയാണ് ഇവയെ കാടുകയറ്റിയത്. ഏറ്റവും കൂടുതൽ കൃഷിനാശം സംഭവിച്ച സണ്ണിയുടെ പറമ്പിൽ 4ാം തവണയാണ് ആനകൾ എത്തുന്നത്. മുൻപ് കൃഷി നശിപ്പിച്ചതിന്റെ നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചില്ലെന്നും കർഷകർ പറയുന്നു. ഓരോ വർഷവും ചെയ്യുന്ന വാഴകൃഷി വിളവെടുപ്പിന് പാകമാകുന്ന സമയത്താണ് ആനകളെത്തി ഇത് നശിപ്പിക്കുന്നത്. 4 വർഷത്തിനിടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചത്. പ്രദേശത്തുള്ളവരുടെ ഉപജീവനമായ കൃഷി ആനകളിറങ്ങി തുടർച്ചയായി നശിപ്പിച്ചിട്ടും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം. ആനശല്യത്താൽ പൊറുതിമുട്ടിയ നാട്ടുകാർ കൃഷി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. കാർഷിക മേഖലയായ ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്താതിരിക്കാൻ വനംവകുപ്പ് ഇടപെടണമെന്നും കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കൊടകര പഞ്ചായത്തിൽ വികസന മുരടിപ്പാരൂപിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പ്രതിഷേധ ജ്വാല ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. MK ഷൈൻ, വിനയൻ തൊട്ടാപ്പള്ളി, മിനി ദാസൻ എന്നിവർ സംസാരിച്ചു. PK അരുൺ, ബാബു കൊട്ടേക്കാട്ടുകാരൻ, വിജയപ്രസാദ്, VR രഞ്ജിത്ത്, ജോയ് ചെമ്പകശ്ശേരി, ജോസ് കൊച്ചക്കാടൻ, NA ഡേവിസ്, സുമ ഗിരിജൻ എന്നിവർ നേതൃത്വം നൽകി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സായിദ് സുരേന്ദ്രൻ, KO ഹനീഫ, തോമസ് കാവുങ്കൽ, സിജിൽ ചന്ദ്രൻ, നൈജോ ആൻഡോ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. അല്ലെങ്കിൽ സ്വർണത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ കൃത്യമായി രേഖപ്പെടുത്തണം. പക്ഷേ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കൊണ്ടുപോകുന്ന സമയത്ത് ഈ സ്വർണം പതിപ്പിച്ച കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേര് പറയാൻ നാട് ഉണർത്താൻ
സ്വദേശരക്ഷാ യാത്ര സംഘടിപ്പിച്ചു. മുളങ്ങിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് പതാക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറത്തലയ്ക്ക് കൈമാറി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ ഖാരയിൽ, UDF പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര, ബ്ലോക്ക് സെക്രട്ടറിമാരായ ഷാജു മോനാട്ട്, മെജോ പനങ്കുളം, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M ശ്രീകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ NS ശിവരാമൻ, MA ജോൺസൺ, TM യോഹന്നാൻ, PV വിനയൻ, AA ജോൺസൺ, പോളി പുതുപ്പുള്ളിപ്പറമ്പിൽ, ഷാജൻ പനംകുളത്തുകാരൻ, CV പാവുണ്ണി, TD വാസുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം നെടുമ്പാളിൽ മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ യാത്ര 12 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 നന്ദിക്കരയിൽ DCC സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്യും. കേരള കോൺഗ്രസ് M കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ 61ാം ജന്മദിനം ആഘോഷിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TC പോളി അധ്യക്ഷത വഹിച്ചു. ജെൻസൺ ജോൺസൺ, CS സുരേഷ്, MS ശ്രീകുമാർ, K സുന്ദരൻ എന്നിവർ സംസാരിച്ചു. മലയോര ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തി ബിൽ പാസാക്കിയ സംസ്ഥാന സർക്കാരിനെ സമ്മേളനം അഭിനന്ദിച്ചു. മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ ചിറയോരം ടൂറിസത്തിന്റെ 3ാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2026 മാർച്ചിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന 3ാം ഘട്ടത്തിൽ കുട്ടികളുടെ പാർക്കും ബോട്ടിംഗുമാണ് ഉണ്ടാവുക. ബോട്ടിംഗ് ആരംഭിക്കുന്നതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയ്ക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഇടപെടലിൽ പൂമല ഡാമിൽ നിന്നും 2 ബോട്ടുകൾ പുല്ലൂർ പൊതുമ്പുച്ചിറയിൽ എത്തിച്ചു. 2 മാസത്തിനുള്ളിൽ ബോട്ടിംഗ് ആരംഭിക്കാൻ കഴിയുമെന്നും MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ചിൽഡ്രൻസ് പാർക്കിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പിള്ളി അറിയിച്ചു. ട്രയൽ റണ്ണിന് പഞ്ചായത്ത് പ്രസിഡന്റും പൂമല ഡാമിന്റെ ബോട്ട് ഓപ്പറേറ്റേഴ്സിനുമൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KU വിജയൻ, പഞ്ചായത്ത് അംഗം സേവ്യർ ആളൂക്കാരൻ, സെക്രട്ടറി M ശാലിനി, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിമി സെബാസ്റ്റ്യൻ, പാടശേഖര സമിതി ഭാരവാഹി ചാർലി, ഓവർസിയർ ഗ്രീഷ്മ എന്നിവരും സന്നിഹിതരായി. പുലിമ പുതുക്കാട് പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പച്ചക്കറി കൃഷിയിൽ 1ാം സ്ഥാനം നേടി മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളിനു വേണ്ടി പ്രധാന അധ്യാപകൻ തോമസ്, PTA പ്രസിഡന്റ് ജെൻസൺ പുത്തൂര്, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി അളഗപ്പനഗർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രിൻസി ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൻ തയ്യാലക്കൽ, PK ശേഖരൻ, PS പ്രീജു, VK വിനീഷ്, സജ്ജന ഷിബു, അശ്വതി പ്രവീൺ, PS ദിനിൽ, ഡോക്ടർ VN അനീഷ് രാജ് എന്നിവർ സംസാരിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PK ശേഖരൻ, പ്രിൻസി ഡേവിസ്, അശ്വതി പ്രവീൺ, സജ്ജന ഷിബു, PS പ്രീജു, VK വിനീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി AR ശ്രീജിത്ത്, ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, കമ്മ്യൂണിറ്റി കൗൺസിലർ അർച്ചന, ദീപ്തി എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തൃശൂർ സൈമർ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സ്മിത ഭൂപേഷാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. ലഹരിക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് എങ്ങനെയെന്ന് കുട്ടികൾക്കും അധ്യാപന രംഗത്ത് നേരിടുന്ന മാനസിക പിരിമുറുക്കം അതിജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അധ്യാപകർക്കും വിശദമാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രമാദേവി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ അനുശ്രീ അയ്യപ്പൻ, K മിനി എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ NSS യൂണിറ്റും IQACയും സംയുക്താഭിമുഖ്യത്തിൽ ലോക തപാൽ ദിനാചരണം നടത്തി. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് അയച്ച കത്ത് വായിച്ചുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. 20 വർഷമായി പോസ്റ്റ് വുമണായി സേവനമനുഷ്ഠിക്കുന്ന വിധു രാഘവനെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ ആദരിച്ചു.
കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, NSS പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പോസ്റ്റ് ഓഫീസ് ഇരിങ്ങാലക്കുട സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് M. സുനിൽ, ചാലക്കുടി സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ ജിബിൻ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഫിലാറ്റലിക് എക്സിബിഷനും വിദ്യാർത്ഥികൾക്കായി കത്തെഴുതൽ മത്സരവും സംഘടിപ്പിച്ചു. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർക്കായുള്ള ഉണർവ് 2025 എന്ന പേരിൽ IMG റിഫ്രഷൻ ട്രെയിനിംഗ് പരിപാടി കൊടകരയിൽ സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റൂറൽ അഡീഷണൽ ACPയും ACPC ജില്ലാ നോഡൽ ഓഫീസറുമായ TS സിനോജ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ റൂറൽ ജില്ലയിലെ 42 സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരായ 84 കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ, അസിസ്റ്റന്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ എന്നിവരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തൃശൂർ റൂറൽ അഡീഷണൽ ACPയും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ TS സിനോജ് നിർവഹിച്ചു. SPC അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ ബിജു OHS പങ്കെടുത്തു. SPC ഓഫീസ് സ്റ്റാഫ് TC പ്രദോഷ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് റെക്കോർഡുകൾ തകർത്ത് കുതിക്കുന്ന സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 160 രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില 91,000 കടന്നു. 91,040 രൂപയാണ് വ്യാഴാഴ്ച ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 11,380 രൂപയായി. ബുധനാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി 90,000 കടന്നത്. സെപ്റ്റംബർ 9-നാണ് സ്വർണ്ണവില ആദ്യമായി 80,000 പിന്നിട്ടത്. തുടർന്നുള്ള ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഒരു മാസത്തിനിടെ പവന് 10,000 രൂപയിലധികമാണ് വർദ്ധിച്ചത്. വ്യാഴാഴ്ച മാത്രം 2 തവണകളിലായി 1,400 രൂപയാണ് വർദ്ധിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഇനി കാണാം ഇൻഫോ ടോക്ക്. കാൽസ്യം, ഇരുമ്പ്, നാരുകൾ തുടങ്ങിയവ അടങ്ങിയ പോഷകസമ്പുഷ്ടമായ ഭക്ഷണമാണ് റാഗി. കൂടാതെ ഇത് ഗ്ലൂട്ടൻ രഹിതമാണ്. കാൽസ്യത്താൽ സമ്പുഷ്ടമായതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് മികച്ചതാണ്. റിപ്പോർട്ടിലേക്ക്. കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും റാഗി വിഭവങ്ങൾ കഴിക്കുന്നത് എല്ലുകളുടെ ബലത്തിന് നല്ലതാണ്. ഉയർന്ന നാരുകൾ കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി നിലനിർത്തുന്നു. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. റാഗിയുടെ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയും ഉയർന്ന നാരുകളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അമിനോ ആസിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ്. ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ചയെ ചെറുക്കാനും സഹായിക്കുന്നു. പ്രഭാത ഭക്ഷണത്തിൽ റാഗി മാവ് കൊണ്ട് രുചികരമായ ദോശ അല്ലെങ്കിൽ റൊട്ടി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. റാഗി കൊണ്ടുണ്ടാക്കുന്ന കുറുക്ക് രാവിലെയും വൈകുന്നേരവും ചൂടോടെ കഴിക്കാം. ഇത് ദഹനത്തിന് എളുപ്പമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ആരോഗ്യകരമാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് റാഗി ശർക്കരയും അണ്ടിപ്പരിപ്പും ചേർത്ത് പോഷകസമൃദ്ധമായ റാഗി ബോൾസ് ഉണ്ടാക്കാം. റാഗി പാലിലോ വെള്ളത്തിലോ കുറുക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമുള്ള വിഭവമാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പറപ്പൂക്കര പഞ്ചായത്തിൽ ഒക്ടോബർ 10 വെള്ളിയാഴ്ച രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ പ്രാദേശിക തൊഴിൽ മേള ഒരുക്കുന്നു. അപ്പോളോ ടയേഴ്സ്, വിൻകോസ്റ്റ്, SBI, ഫെയറോ ബൈ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളും പ്രാദേശിക തൊഴിൽ ഉടമകളും തൊഴിൽ മേളയിൽ പങ്കെടുക്കും. എല്ലാ പ്രായത്തിലും ഉള്ളവർക്കായുള്ള വിവിധ തൊഴിലവസരങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അറിയിച്ചു. ഒക്ടോബർ 14 നടക്കുന്ന വികസന സദസ്സിന് മുന്നോടിയായി നടക്കുന്ന തൊഴിൽ മേള, ഒപ്പം 2025
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,380 രൂപ, പവന് 91,400 രൂപ. പറപ്പൂക്കര രാപ്പാൾ കരവട്ട് ദിവാകരൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ നടക്കും. മിനിയാണ് ഭാര്യ. ദിനീഷ്, നയന, നിമിഷ എന്നിവർ മക്കളും. അഞ്ജന, നിജിക്, മിഥുൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തലൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 42കാരിക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് കൊടകര സ്വദേശി വെളിയങ്ങോട്ട് സുഷയ്ക്ക്. ഇഞ്ചക്കുണ്ട് പരുന്തുപാറ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ദുരിതത്തിലായി കർഷകർ. കൊടകര പഞ്ചായത്തിൽ വികസന മുരടിപ്പാരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ ജ്വാല. കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേര് പറയാൻ നാടുണർത്താൻ സ്വദേശ രക്ഷാ യാത്ര നടത്തി. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് സ്വർണ്ണവില 91,000 രൂപ കടന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.